ഒരു രാക്ഷസിക്ക് തൻ്റെ അമ്മയുടെ സ്ഥാനം നൽകി മോക്ഷം നൽകിയ ഭഗവാനെക്കുറിച്ച് എന്ന് പറയാട്ടോ. മഹാബലിയുടെ പുത്രിയായിരുന്നു രത്നമാല. അപ്പോൾ വാമനാവതാര കാലത്ത് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് വാമനൻ എത്തിയപ്പോൾ ഇതേപോലെ ഒരു മകൻ തനിക്കുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പാലൂട്ടാമായിരുന്നു എന്നൊരു മാതൃസ്നേഹം, ആ ഒരു മാതൃവാത്സല്യം ഈ രത്നമാലയ്ക്ക് തോന്നി. അപ്പോൾ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു നൽകി ദ്വാപര യുഗത്തിലെ നിന്റെ ഈ ആഗ്രഹം സാധിക്കും എന്നുള്ളത്. അങ്ങനെയാണ് രത്നമാല ഒരു രാക്ഷസിയായിട്ട്, പൂതനയായിട്ട് ജനിക്കുന്നത്. പിന്നീട് ഭഗവാനെ കൊല്ലാനായിട്ട് വന്നപ്പോൾ ആ കൃഷ്ണനെ, കുഞ്ഞി കൃഷ്ണനെ തൊട്ടിൽ കണ്ട മാത്രയിലെ പൂതനയ്ക്ക് മാതൃഭാവമാണ് തോന്നിയത്. മാതൃവാത്സല്യത്തോട് കൂടിയിട്ടാണ് ഭഗവാനെ ആദ്യം എടുത്തിട്ട് പാലൂട്ടുന്നത്. പിന്നെയാണ് തൻ്റെ അവതാരത്തിൻ്റെ, തൻ്റെ ആ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് രാക്ഷസീയ ഭാവത്തിലെ പാലൂട്ടുന്നത്. ഭഗവാനാകട്ടെ പൂതനയുടെ ജീവൻ പോലും വലിച്ചു കുടിച്ചു പൂതനയ്ക്ക് മോക്ഷം നൽകി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ യശോദാമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുമ്പോഴേ ശ്രീശുഖം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഭഗവാനെ, പൂതന അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ വൈകുണ്ഠത്തിലേക്ക്. ഞാനാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു. അല്ല, വന്നിട്ട് യശോദാമ്മയ്ക്ക് കിടക്കാനുള്ള മുറിയിലാണ് പൂതന കിടക്കണത് എന്ന് പറഞ്ഞു. ഞാനാണ് അവിടെ കിടത്തിയത്. അതെന്താന്ന് ചോദിച്ചു. അല്ല, പൂതന എനിക്ക് പാല് തന്നു. അപ്പോൾ ശ്രീശുഖൻ ചോദിക്കുന്നുണ്ട്, പാല് തന്നു, പക്ഷേ ഭാവം വ്യത്യാസം ഉണ്ടല്ലോ, കൊല്ലാനായിട്ടല്ലേ തന്നത് എന്ന് പറഞ്ഞു. അല്ല, പൂതന മാതൃഭാവത്തോടു കൂടി എനിക്ക് എൻ്റെ അമ്മ പാല് തരുന്നത് പോലെയാണ് ആദ്യം പാല് നൽകിയത്. അതുകൊണ്ടാണ് വൈകുണ്ഠത്തിലെ എൻ്റെ അമ്മയ്ക്ക്, യശോദാമ്മയ്ക്ക് കിടക്കാനുള്ള മുറി ഞാൻ പൂതനയ്ക്കായിട്ട് നൽകിയത്. അങ്ങനെയാണ് സ്വന്തം അമ്മയായി കണ്ടിട്ടാണ് ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം നൽകിയത്. അങ്ങനെ പൂതനാമോക്ഷമൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് പൂതനയുടെ ശരീരം ദഹിപ്പിക്കാനായിട്ട് നോക്കിയപ്പോൾ പൂതന മരിച്ചു വന്ന് വീഴുന്നത് ധാരാളം മരങ്ങൾക്ക് മുകളിലായിട്ടാണ്. മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണുണ്ട്. അപ്പം അതിനുവേണ്ടി ദഹിപ്പിക്കാനായിട്ട് പ്രത്യേകം വിറകുകളൊന്നും ശേഖരിക്കേണ്ടി വന്നില്ല ഗോപാലന്മാർക്ക്. അങ്ങനെ ദഹിപ്പിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ നിന്ന്, പൂതനയിൽ നിന്ന് നല്ല സുഗന്ധം ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടുന്ന ഈ ചന്ദനത്തിൻ്റെ സുഗന്ധം വരുന്നേ, എവിടുന്ന് അകിലിൻ്റെ സുഗന്ധം വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവണില്ല. സാധാരണ വിറക് കൂട്ടിയിട്ടല്ലേ അവർ കത്തിക്കുന്നേ, പക്ഷേ ഈ സുഗന്ധം എങ്ങനെയാണ് വരുന്നതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പട്ടേരിപ്പാട് പറയുന്നുണ്ട്, മതംഗ സംഘസ്യ ഫലം നദൂരേന്ന്. അതായത് എന്നെ തൊട്ടത് കൊണ്ട് ഭഗവാനെ തൊട്ടു, ഭഗവാനും തൊട്ടു, അതുകൊണ്ട് പൂതന പരിശുദ്ധയായി തീർന്നു. അതുകൊണ്ടാണ് ആ ഒരു സുഗന്ധം വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ രാക്ഷസിയെ, പൂതനയെ പരിശുദ്ധയാക്കിയിട്ട് തൻ്റെ അമ്മയുടെ സ്ഥാനം നൽകിയിട്ടാണ് ഭഗവാൻ മോക്ഷം നൽകിയത്. അതുകൊണ്ടാണ് പൂതന വധം എന്ന് പറയാതെ പൂതന മോക്ഷം എന്ന് പറയുന്നത് കേട്ടോ.